ഹലോ. കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായിരുന്നു. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ടാവും. ഇന്ന് നമ്മൾ 1987 റിലീസ് ചെയ്ത ഒരു മെയ് മാസ പുലരിയിൽ എന്ന സിനിമയിലെ പാട്ടാണ് പരിചയപ്പെടുന്നത്. ഭാസ്കരൻ മാഷ് എഴുതി, രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത്, ചിത്രചേച്ചി പാടിയ അതിമനോഹരമായൊരു പാട്ടാണ് ഇന്ന് നമ്മൾ വീണ്ടും ഓർക്കുന്നത്. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്ന് മാറി. നമസ്കാരം, എൻ്റെ പേര് ആനന്ദ്. മൈ പ്രഷ്യസ് ടൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാട്ടിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഉള്ളത്, ഞാനൊരു ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് മൈ റാൻഡം തോട്ട്സ് എന്നാണ്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓരോ എപ്പിസോഡിലും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും അതിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുകൂടെ ഒന്ന് എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ ആ ചാനൽ കാണുമ്പം അതിൻ്റെ ഒരു ഏകദേശം ഒരു സ്വഭാവം, ആ ചാനലിൻ്റെ ഒരു സ്വഭാവം, ഞാൻ എന്താണ് ആ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതുകൂടെ ഒന്ന് എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വരെ ഞാൻ വീഡിയോസ് ചെയ്തിരുന്നത്, അപ്പോൾ ആദ്യം പാട്ട് മ്യൂസിക് ഡയറക്ടറിൻ്റെ കുറേ ഡീറ്റെയിൽസ് പറയുക, അതിനുശേഷം ലിറിക്സിസ്റ്റിൻ്റെ, അതിനുശേഷം പാട്ടുകാരുടെ, അതിനുശേഷം ഞാൻ പാടി ആ പാട്ട് പരിചയപ്പെടുത്തിയിട്ട് അതിനുശേഷം പിന്നീട് സിനിമയുടെ ഒരു ഡീറ്റെയിൽ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ അത് വീഡിയോസ് വളരെ ലോങ് ആയി പോവുകയും, അതുമാത്രമല്ല അതിൽ അത്രയും ഡീറ്റെയിൽസ് ഞാനിങ്ങനെ ഓർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ വളരെ ഫോർമലായിട്ടുള്ള രീതിയിലായിരുന്നു ഞാൻ അതിൽ സംസാരിക്കുന്നത്. ഞാനങ്ങനെ ഫോർമലായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല, എനിക്കങ്ങനെ ഫോർമലായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടവുമല്ല. അപ്പോൾ അത് കാരണം ഈ ഒരു എപ്പിസോഡ് മുതൽ മൊത്തത്തിലൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതലും ആ പാട്ട് നമുക്ക് തരുന്നൊരു ഫീലിങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ കുറേ കൂടെ കംഫർട്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു ചെറിയൊരു മാറ്റത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ പാട്ടിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, ചിത്രചേച്ചി പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. വാർമുകിലെ എന്നുള്ള പാട്ടുണ്ടല്ലോ, മഴയിലെ. അപ്പോൾ ആ പാട്ടിൻ്റെ റെക്കോർഡിങ് രവീന്ദ്രൻ മാഷിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം യൂസഫ് അലി സാറിനെ രവീന്ദ്രൻ മാഷ് വിളിച്ചിട്ട്, യൂസഫ് അലി സാറാണ് മഴയുടെ പാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത്. യൂസഫ് അലി സാറിനെ വിളിച്ചിട്ട് രവീന്ദ്രൻ മാഷ് പറഞ്ഞു, എൻ്റെ മോള് പാടിയത് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് വാർമുകിലെ എന്നുള്ള പാട്ട് കേൾപ്പിക്കുന്നത്. ചിത്രചേച്ചിയെ മോളേന്ന് മാത്രമേ രവീന്ദ്രൻ മാഷ് വിളിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു വാത്സല്യം എപ്പോഴും എനിക്കിപ്പോൾ ആ പാട്ടിനകത്ത് മാത്രമല്ല, രവീന്ദ്രൻ മാഷ് ചിത്രചേച്ചിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളിലും എനിക്ക് ആ ഒരു വാത്സല്യത്തോടു കൂടിയാണ് അത് ചെയ്തതെന്നുള്ളൊരു ഫീല് തോന്നാറുണ്ട് പാട്ട് കേൾക്കുമ്പോൾ. അതൊരു പക്ഷേ എനിക്ക് രവീന്ദ്രൻ മാഷിനെ ചിത്രചേച്ചിയൊക്കെ അതുപോലെ ഇഷ്ടമുള്ളതുകൊണ്ട് തോന്നുന്നതാവാം. പക്ഷേ എനിക്ക് അങ്ങനെ പാട്ടുകൾ ഇപ്പോൾ രവീന്ദ്രൻ മാഷ് ചിത്രചേച്ചിക്ക് വേണ്ടി ചെയ്ത പാട്ടുകളൊക്കെ അങ്ങനെ കേൾക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതിന് വല്ലാത്തൊരു കുറച്ചുകൂടെ ഒരു വൈകാരികത ആ ഒരു പാട്ടിന് ഫീൽ ചെയ്യും. പിന്നെ ഈ പാട്ട് അതിമനോഹരമായൊരു കമ്പോസിഷനാണ്. അത് രവീന്ദ്രൻ മാഷിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പോസിഷനാണത്. ഒരുപാട് ഓവർവെൽമിങ്ങുമാണ്. അതായത് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈണമാണോ ശ്രദ്ധിക്കേണ്ടത്, അതല്ല അതിൻ്റെ വരികളാണോ ശ്രദ്ധിക്കേണ്ടത്, അത് പാടിയതാണോ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഓർക്കസ്ട്രേഷനാണോ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ നല്ല കാര്യങ്ങളും കൂടെ വരുമ്പോൾ നമുക്കൊരു ഒരുപാട് സന്തോഷം വരില്ലേ എന്ന് പറഞ്ഞൊരു ഫീലിംഗാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പം, ഇപ്പം അടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ നിന്ന് റേഡിയോയിൽ, ഇപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ വളരെ സൗണ്ടിൽ അവർ രാവിലെ റേഡിയോയിൽ പാട്ടൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിത് രാവിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഇത് കേൾക്കുന്നതെങ്കിൽ, ഈ പാട്ടാണ് കേൾക്കുന്നതെങ്കിൽ വല്ലാത്ത ഒരു സന്തോഷമായിരിക്കും. എനിക്ക് തോന്നുന്നത് മോർണിംഗ് അലാറമൊക്കെ ആയിട്ട് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്ര ഒരു ഫീലുള്ള ഒരു ഫ്രഷ്നെസ് ഉള്ള, നമുക്കൊരു നമ്മുടെ മുഖത്ത് ഒരു ചിരി ഉണർത്താൻ കഴിവുള്ള ഒരു പാട്ടാണ്. ഗംഭീര കമ്പോസിഷനാണ്. അതിൻ്റെ വരികളാണെങ്കിൽ ഭാസ്കരൻ മാഷ് ഒരു രക്ഷയില്ല. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഇത് ഒരു ബ്രില്യൻ മൂവിയാണ്. വി ആർ ഗോപിനാഥാണ് ഇതിൻ്റെ സംവിധാനം. പിന്നെ രഞ്ജിത്ത് ആദ്യമായിട്ട് സിനിമയ്ക്ക് കഥ എഴുതുന്നത്, ഈ സിനിമയ്ക്കാണ് ആദ്യമായിട്ട് കഥ എഴുതുന്നത്.
ഇത് ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ആ ഫെസ്റ്റിവലിൻ്റെ പേര് മറന്നു. ആ കാലഘട്ടത്തിൽ ഇതൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടുണ്ട്. കാരണം ഒരു ശാരിയുടെ കഥാപാത്രം അതിഗംഭീരമാണ്. കാരണം വളരെ ലൈഫുള്ളൊരു ഒരു കഥാപാത്രമാണ് ശാരി ഇതിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് ശരിക്കും ശാരി എന്ന് പറയുന്ന നടിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 3 സിനിമകളിൽ ഒന്നിതാണ്. അത് ഒന്നാമത്തെ സിനിമ ഒബ്വിയസ്ലി നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പുകൾ, അതിനുശേഷം ദേശാടനക്കിളി കരയാറില്ല, അതിനുശേഷം ഈ മൂവി. ഇതൊരു ബ്രില്യൻ പെർഫോമൻസാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയും ഈ മൂവി അവൈലബിൾ അല്ല. അപ്പോൾ ഈ പാട്ടിൻ്റെ തന്നെ കമൻറ്റിൽ ഒരുപാട് പേര് ഈ മൂവി ആരെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എങ്ങും അവൈലബിൾ അല്ല. ചിലരൊക്കെ അത് ഏഷ്യാനെറ്റിലുണ്ടെന്ന് പറയുന്നുണ്ട്, ചിലരത് ദൂരദർശനിലുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ സെർച്ച് ചെയ്യാവുന്ന രീതിയിലൊക്കെ സെർച്ച് ചെയ്തു, പക്ഷേ ഫുൾ മൂവി അവൈലബിൾ അല്ല. അതിൻ്റെ ഒരു CD കോപ്പിയോ അല്ലെങ്കിൽ DVD കോപ്പിയോ ഒന്നും അവൈലബിൾ അല്ല. ഇത് ഞാൻ പണ്ട് ദൂരദർശനിൽ കണ്ടൊരു ഓർമ്മയ്ക്കാണ് ഇതിൻ്റെ ഒരു കഥ പറയുന്നത്. ഇതിനകത്ത് ശാരിയുടെ ഒരു കഥാപാത്രം, നമ്മൾ ഭയങ്കര ലൈഫുള്ളൊരു കഥ, നമ്മൾക്ക് ചില ആൾക്കാരെ പരിചയം ഉണ്ടാവില്ലേ, അതായത് ഭയങ്കര ജീവിതത്തെ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ലൈഫ് അത്രത്തോളം എൻജോയ് ചെയ്യുന്ന ചില മനുഷ്യർ. അപ്പം അങ്ങനെയുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയിൽ ശാരിയുടെ കഥാപാത്രം അതുപോലെ ലൈഫുള്ള, അതുപോലെ ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് ആൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ആത്മഹത്യ എന്തിനായിരുന്നു എന്നുള്ളൊരു തേടലാണ് ഈ ഒരു സിനിമയുടെ കഥ. അത് ബാലേന്ദ്ര മേനോനാണ് ആ കഥ അത് അതിൻ്റെ കാരണം തപ്പിപ്പോകുന്നത്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനോ അതല്ല നോവലിസ്റ്റോ ആണെന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. മുരളിയുടെ സുഹൃത്താണ്. മുരളി ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ സുഹൃത്താണ്. മുരളി ശാരി ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ നെയ്ബറായിട്ട് ഉള്ള കഥാപാത്രമാണ്. ആൾക്ക് ശാരിയുടെ കഥാപാത്രത്തിന് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി, ശാരിയുടെ കഥാപാത്രത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി ആണ് ബാലേന്ദ്ര മേനോനെ വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹം വരുമ്പോഴത്തേക്കും ആൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കണ്ടെത്തലാണ് ഈ ഒരു സിനിമ. ഉത്തരം എന്നൊക്കെ പറയുന്ന സിനിമയുടെയൊക്കെ ജോൺറയിലൊക്കെ വരുന്നതാണ്. പിന്നെ കഥാവിശേഷൻ, അതൊക്കെ ഈ ഒരു ജോൺറയിൽ വരുന്ന സിനിമയാണ്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽസ് പറയുന്നില്ല, കാരണം എപ്പോഴെങ്കിലും ആരെങ്കിലും അത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പോയിലർ ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഏതായാലും പാട്ട് ഒന്ന് കേൾക്കാം. പാട്ട് കേൾക്കുക എന്ന് പറയുമ്പം അതിൻ്റെ ഒറിജിനൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇത് ഞാൻ പാടുന്നതാണ്. അപ്പം ഞാൻ പാടുക എന്ന് പറയുമ്പം അങ്ങനെ തിങ്സ് ഒന്നും ചിലപ്പോൾ എൻ്റെ കയ്യിൽ മാത്രമേ വരത്തുള്ളൂ, തൊണ്ട വരണമെന്നില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് കേട്ടാൽ മതി. നമുക്ക് പാട്ടൊന്ന് കേട്ടിട്ട് വരാം. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമൂത നിർജ്ജരി പോലെ, ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമൂത നിർജ്ജരി പോലെ, ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെയെ മറന്നു ഞാൻ പാടി. ഈ വരികളാണ് എനിക്ക് ഈ പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. അത് ചിത്രചേച്ചി പാടിയിരിക്കുന്നത് ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെയെ മറന്നു ഞാൻ പാടി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ മറന്നുപോയൊരു പുതിയൊരു പാട്ടുമായിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത ചാനൽ കാണാൻ വിട്ടുപോകരുത്. മൈ റാൻഡം തോട്ട്സ് എന്നാണ് അതിൻ്റെ പേര്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്.
അതും കൂടെ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.